കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വാർത്തയായി നൽകിയിരുന്നത് ബി.ജെ.പിയും ബിജു ജനതാദളും ബി.ജെ.ഡിയും തമ്മിൽ സീറ്റ് ധാരണയിൽ എത്തിയിരിക്കുന്നു. അവർ അലയൻസായി മുൻപോട്ട് പോകും. നമുക്കറിയാം 2009 വരെ ഒരേ മുന്നണിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നവരാണ്. അതിനുശേഷം 15 വർഷത്തിന് ശേഷത്തെ ഗ്യാപ്പ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ നവീൻ പട്നായിക്കും നരേന്ദ്രമോദിയും ഒന്നിക്കുന്നു എന്നുള്ള വലിയ വാർത്തകൾ തന്നെ വന്നിരുന്നു. രണ്ട് പാർട്ടിയുടെ നേതാക്കൾ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയല്ല, ഒറ്റയ്ക്ക് പോരാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നു. അതിലേക്ക് നയിച്ച സംഭവങ്ങൾ 147 സീറ്റാണ് ഒഡീഷ നിയമസഭയിലേക്കുള്ളത്. അതിൽ 100 സീറ്റും തങ്ങൾ മത്സരിക്കുമെന്ന് ബിജു ജനതാദൾ പറഞ്ഞു. ഇതോടുകൂടിയാണ് ആ ചർച്ച വഴിമുട്ടിയത്. ബാക്കിയുള്ള 47 സീറ്റിലേക്ക് മത്സരിക്കാൻ ബി.ജെ.പി തയ്യാറായില്ല. അതാണ് അവിടെ ഒരു തടസ്സമായി നിന്നത്. 21 ലോക്സഭാ സീറ്റാണുള്ളത്. ആ 21 ലോക്സഭാ സീറ്റിൽ 14 സീറ്റ് വേണമെന്ന് ബി.ജെ.പി ആവശ്യപ്പെട്ടതാണ് ബി.ജെ.ഡിയെ ചൊടിപ്പിച്ചത്. കാരണം ബാക്കിയുള്ള ഒരു 7 സീറ്റിൽ മത്സരിക്കുക ആത്മഹത്യാപരമാണെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ബി.ജെ.പി ബി.ജെ.ഡി സീറ്റ് വിഭജന ചർച്ച അല്ലെങ്കിൽ അവരുടെ അലയൻസ് തെറ്റിപ്പോയെങ്കിലും പഴയതുപോലെ തന്നെ സൗഹൃദം തുടരും. നമുക്കറിയാം, ഈ NDAയിൽ അല്ല എങ്കിൽ കൂടി YSR കോൺഗ്രസ്, അതോടൊപ്പം തന്നെ AIADMK, ബിജു ജനതാദൾ ഇവരൊക്കെ എപ്പോഴും ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടികൾ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായി ബി.ജെ.പിയുടെ പല ബില്ലുകളും പാസ്സാക്കാൻ സഹായിച്ചത് ഈ പാർട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഇവർ സ്പ്ലിറ്റായി തന്നെ മത്സരിക്കുന്നു. അതിനുശേഷം നിർണായക ഘട്ടങ്ങളിലോ ഇല്ലെങ്കിൽ അതിനുശേഷം ഒരു അലയൻസിലേക്കോ എത്താനുള്ളൊരു നീക്കമാണ്. കാരണം 2026 ആകുമ്പോൾ ഒഡീഷ സംസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെല്ലാം കൂടെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ അലയൻസിലേക്ക് എത്തിയത്. ഏതായാലും അലയൻസ് ഇല്ല എന്ന് ബി.ജെ.പിയുടെ ഒഡീഷ അധ്യക്ഷൻ മൻമോഹൻ സമൽ പറഞ്ഞിരിക്കുന്നു. തങ്ങൾ ഇനി ഈ ചർച്ചയുമായി മുൻപോട്ട് പോകുന്നില്ല, തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബി.ജെ.പി ഇതേ തന്ത്രം തന്നെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ 2ആയി മത്സരിക്കുക, ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും ഒന്നിക്കുക. ഈ ഒരു തന്ത്രം, അതായത് രണ്ട് കൂട്ടർക്കും, മണിപ്പൂരൊക്കെയാണ് അവർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ തന്ത്രം ഉപയോഗിക്കുന്നത്. അവിടെ മണിപ്പൂരൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ ബി.ജെ.പി എല്ലാ സീറ്റിലും മത്സരിക്കുന്നു, അവരുടെ ഘടകകക്ഷികൾ സെപ്പറേറ്റ് മത്സരിക്കുന്നു. ഒടുവിൽ സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കുന്നു. ആ ഒരു തന്ത്രം തന്നെയാണ് ഒഡീഷയിലും നടപ്പാക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.